കർണാടകയിലെ ബാഗൽകോട്ട് ജില്ലയിലെ ചുവന്ന മലനിരകൾക്കിടയിൽ നിലകൊള്ളുന്ന നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചരിത്രവിസ്മയങ്ങളാണ് ബദാമിയിലെ ചാലൂക്യ സ്മാരകങ്ങൾ. പുരാതനകാലത്ത് വാതാബി എന്നറിയപ്പെട്ടിരുന്ന ബദാമി 6-ാം നൂറ്റാണ്ടു മുതൽ 8-ാം നൂറ്റാണ്ടുവരെ ചാലൂക്യ രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു. ചാലൂക്യ വംശസ്ഥാപകനായ പുലികേശി ഒന്നാമൻ ഈ പ്രദേശത്തെ ഒരു കോട്ട നഗരമായി രൂപപ്പെടുത്തിയതാണ് ബദാമിയുടെ ഉയർച്ചയ്ക്ക് തുടക്കം. പിന്നീട് വന്ന കീർത്തിവർമ്മൻ ഒന്നാമൻ, മംഗളേശൻ, പുലികേശി രണ്ടാമൻ തുടങ്ങിയ പ്രതാപശാലികളായ രാജാക്കന്മാരുടെ കീഴിൽ ബദാമി വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാംസ്കാരിക കേന്ദ്രമായി മാറി. ബദാമിയുടെ ഹൃദയഭാഗം 6-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ചുവന്ന പാറകളിൽ കൊത്തിയെടുത്ത 4 ഗുഹാക്ഷേത്രങ്ങളാണ്. ആദ്യ ഗുഹയിൽ 18 ഭുജങ്ങളോടുകൂടിയ ശിവഭഗവാന്റെ നടരാജരൂപം കാണാം. 2ഉം 3ഉം ഗുഹകൾ മഹാവിഷ്ണുവിന് സമർപ്പിതമാണ്. വരാഹ, ത്രിവിക്രമാവതാരങ്ങൾ, അനന്തശയനം എന്നിവ മനോഹരമായ ശില്പഭാവത്തിൽ ഇവിടെ കൊത്തിയിരിക്കുന്നു. 4-ാം ഗുഹയിൽ ജൈന തീർത്ഥങ്കരന്മാരുടെ സമാധി രൂപങ്ങൾ ദർശിക്കാം. ഗുഹാക്ഷേത്രങ്ങൾക്ക് താഴെ അഗസ്ത്യ തീർത്ഥം എന്ന തടാക തീരത്തുള്ള ബുധനാഥ ക്ഷേത്രം ചാലൂക്യ വാസ്തുവിദ്യയുടെ ഉജ്ജ്വല ഉദാഹരണമാണ്. നാഗരശൈലിയും ദ്രാവിഡശൈലിയും സംയോജിക്കുന്ന വേസര ശൈലിയുടെ ആദ്യഘട്ട രൂപങ്ങൾ ഇവിടെ കാണാം. ഏകദേശം 1300 വർഷങ്ങൾക്ക് മുമ്പ് പിറന്ന കലയും വാസ്തുവിദ്യയും ഇന്നും മങ്ങാതെ നിലനിൽക്കുന്ന ഒരു പൈതൃക കേന്ദ്രമാണ് ബദാമി.